നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ ഫറഗതും മിന തശഹുദിൽ അഖീർ ഫതഅവദൂ മിൻ അർബഅ. നിങ്ങൾ അവസാനത്തെ തഹയ്യാത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ 4 കാര്യങ്ങളെ തൊട്ട് കാവൽ തേടണേ. 4 കാര്യങ്ങളെ തൊട്ട് കാവൽ തേടാതെ നമസ്കാരത്തെ പൂർത്തീകരിക്കരുത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. 4 വസ്തുക്കളെ തൊട്ടുള്ള കാവൽ തേട്ടം കൊണ്ടാണ് നിസ്കാരം അവസാനിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായതാണ് എന്ത്? നരകം. اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. അല്ലാഹുവേ, പടച്ച റബ്ബേ, നിന്നോട് ഖബറിന്റെ ശിക്ഷയെ തൊട്ട് കാവൽ തേടുന്നു അല്ലാഹ്. വമിൻ അദാബിൻ നാർ, കത്തിച്ചൊരിക്കുന്ന നരകത്തിന്റെ ശിക്ഷയെ തൊട്ട് കാവൽ തേടുന്നു റബ്ബേ. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്, ജീവിച്ചിരിക്കുന്ന കാലയളവിൽ മരണാസന്ന വേളയിലുമുള്ള എല്ലാവിധ ശുറൂറുകളെ തൊട്ട് കാവൽ തേടുന്നു അല്ലാഹ്. വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. ഈ 4 കാര്യങ്ങളെ തൊട്ട് കാവൽ തേടാതെ മുസ്ലിമേ, മുസ്ലിമത്തെ, നിങ്ങളുടെ നമസ്കാരത്തിന്റെ അവസാനത്തെ തഹയ്യാത്തിൽ നിന്ന് വിരമിക്കരുത്, പൂർത്തീകരിക്കരുത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതിൽപ്പെട്ടതല്ലേ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ. നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. നോക്കൂ നിങ്ങൾ, എത്ര കാവൽ തേട്ടമായി. ഇനി നിസ്കാരം കഴിഞ്ഞു സലാം വീട്ടിയാൽ ഉടനെ സുബഹിക്കും മഗ്രിബും നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഒരു ദിക്ർ സുന്നത്തുണ്ട്. ഏതാണത്? ലാ ഇലാഹ ഇല്ലല്ലാഹു. പറയിൻ, വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എത്ര വട്ടം ചൊല്ലണം? 10 പ്രാവശ്യം ചൊല്ലണം. ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം എന്താ? എല്ലാവരും ചെയ്യലുണ്ട്. അവന്റെ പാപങ്ങൾ പൊറുക്കും. പാപമോചനത്തിന്റെ 10ൽ നമുക്ക് പാപം പൊറുപ്പിച്ചെടുക്കാൻ ഒരു വഴി കൂടി. സുബഹി നിസ്കരിച്ചും മഗ്രിബ് നിസ്കരിച്ചും കയ്യും കാലും അനക്കാതെ എങ്ങനെയാണ് തഹിയ്യാത്തിൽ ഇരുന്ന് സലാം വീട്ടിയത് അങ്ങനെ തന്നെ ഇരുന്ന്, കാലൊന്നും ചരിക്കാതെ അവിടെ ഇരുന്ന് 10 വട്ടം ഇത് ചൊല്ലിൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവന്റെ സർവ്വ പാപങ്ങളും പൊറുക്കും. വഇൻ കാനത മിസ്ല സബദിൽ ബഹർ, സമുദ്രത്തിലെ കടലിലെ തിരമാലകളുടെ പതകൾക്ക് സമാനമായിട്ട്. തിര അടിച്ചു വരുമ്പോൾ കരയിൽ നിന്ന് നമുക്കറിയാം, തിര ഇങ്ങനെ വരുമ്പോൾ അതിന് ഓരോന്നിനും ഇഷ്ടംപോലെ പതയുണ്ടാകും, നുരയുണ്ടാകും. ആ പതകൾക്ക് നുരകൾക്ക് സമാനമായി നീ പാപം ചെയ്താലും അല്ലാഹ് നിനക്ക് പുറത്തു നൽകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഹദീസാണിത്. അമൽ ചെയ്താൽ കൂലിയാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നോക്കൂ നിങ്ങൾ, പാപം പൊറുപ്പിച്ചെടുക്കാനുള്ള മാർഗമാണ് പറഞ്ഞത്. സുബഹിക്ക് ശേഷവും വേണം, മഗ്രിബ് കഴിഞ്ഞാൽ ഉടനെയും വേണം. അഥവാ പ്രഭാതത്തിലും പ്രദോഷത്തിലും വേണം. തീർന്നില്ല, അതിനോട് ചേർന്ന് നമ്മൾ ദുആ ചെയ്യണം. എന്ത്? അല്ലാഹുമ്മ അജിർനി മിനന്നാർ. കണ്ട, നോക്കൂ നിങ്ങൾ, രാവിലെയും വേണം, വൈകിട്ടും വേണം. മഗ്രിബിന് ശേഷം ഈ ദിക്റിനോടൊപ്പം തന്നെ ചേർത്ത് വേണം നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടം. നോക്കൂ നിങ്ങൾ, മനസ്സിലാക്കണം. അപ്പൊ എഴുന്നേറ്റതേ ഉള്ളൂ, അപ്പോഴേ തുടങ്ങി. എത്ര വട്ടമായി എഴുന്നേറ്റപ്പോൾ തന്നെ മഹ്ശറെ ചിന്തിച്ചുള്ള വചനം പറഞ്ഞു, അതിനോടൊപ്പം തന്നെ ആയത്ത് പറഞ്ഞു. ആ ആയത്തുകളിൽ നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടമുണ്ടായിരുന്നു. സുന്നത്ത് നമസ്കരിക്കുന്നു, സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് വലതുവശം ചെരിഞ്ഞ് നരകത്തെ തൊട്ടുള്ള കാവൽ തേടി. അത് കഴിഞ്ഞ് പരിശുദ്ധമായ ഫർള് നിസ്കരിക്കുന്നു. ആ ഫർള് നിസ്കാരത്തിന്റെ അവസാനത്തിൽ നരകത്തെ തൊട്ടുള്ള കാവൽ തേടി. സലാം വീട്ടിയാൽ ഉടനെ ദിക്ർ ചൊല്ലുന്നു, വീണ്ടും നരകത്തെ തൊട്ടുള്ള കാവൽ തേടുന്നു. ഇതൊക്കെ നമ്മുടെ ദിനചര്യയിലുള്ളതാണ്. അതൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റഹ്മാനായ റബ്ബിന്റെ അടിമകൾ, സച്ചരിതരായ അടിമകളെ എണ്ണിയ കൂട്ടത്തിൽ അള്ളാഹ് പറയുന്നു, അവൻ ദുആ ചെയ്യും എപ്പോഴും, റബ്ബനസ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സഅത് മുസ്തഖറമ മുഖാമ. ഈ ദുആ പതിവാക്കേണ്ട ദുആ ആണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാണാതെ പഠിക്കേണ്ട ദുആ ആണ്. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما.
വഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ സച്ചരിതരാകുന്ന അടിമകളുടെ വിഭാഗത്തിൽ പെടണമെങ്കിൽ ഈ പ്രാർത്ഥന വേണമെന്നും പരിശുദ്ധമായ ഖുർആൻ. നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടം എപ്പോഴും വേണം, ഇന്ന സമയമൊന്നുമില്ല, എപ്പോഴും വേണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ചില പൊടിക്കൈകൾ പറയാണ് നരകത്തിൽ നിന്ന് കാവൽ തേടാൻ കിട്ടുന്നതായ കാര്യങ്ങൾ. ശരിക്കും ശ്രദ്ധിക്കണേ, പുരുഷന്മാർ ആദ്യം ശ്രദ്ധിക്കാൻ. പള്ളിയിലേക്ക് നടന്നു പോവുക, മഷിയുൽ ഖുത്വാത്തി ഇലൽ മസാജിദ്, പള്ളിയിലേക്ക് നടന്നു പോയാൽ നരകീയ മോചനം. ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറയുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ. സമയമില്ല, നിർത്താൻ പോവാണ്. അതിനു മുമ്പ് 1-2 ഹദീസുകൾ ഓതി വേഗം പറയാൻ. നരകം പഠിക്കലുകൊണ്ട് മാത്രമായില്ലല്ലോ, നരകത്തിൽ നിന്നുള്ള മോചനപത്രം നമുക്ക് കിട്ടണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. നരകീയ മോചനം ലഭിക്കാൻ ഉപയുക്തമായ അമലുകൾ ശരിക്കും ശ്രദ്ധിക്കണേ. 1, പള്ളിയിലേക്ക് നടന്നു പോവുക. പള്ളി വളരെ അടുത്താണെങ്കിൽ ചിലർ സ്കൂട്ടർ എടുത്തോണ്ടേ പോവുള്ളൂ, അല്ലെങ്കിൽ കാർ എടുത്തോണ്ട് പോവുള്ളൂ. നടക്കണം നമ്മൾ, അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണല്ലോ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ചെറിയൊരു നടത്തം എപ്പോഴും നല്ലതാണ്. പെരുന്നാളിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണ്? ഒരു വഴിയിലൂടെ പോകും, വേറൊരു വഴിയിലൂടെ തിരിച്ചു വീട്ടിലേക്ക് വരും. മനസ്സിലായില്ലേ? ദൂര സ്ഥലത്തുള്ളവരാണെങ്കിൽ വണ്ടി എടുക്കാതെ പറ്റൂല, എടുത്തോളിന, കുഴപ്പമില്ല. അവർക്ക് ആ വാഹനത്തിൽ പോകുന്നത് ഓരോ ചവിട്ടടി കണക്കാക്കി പ്രതിഫലം അള്ളാഹു നൽകും. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇതെന്തിനാ ഇപ്പൊ സ്ത്രീകൾ കൂടി കേൾക്കുന്നത്? നിങ്ങളും പഠിക്കണം. കാരണം ഭർത്താവിനെ പറഞ്ഞു വിടണം പള്ളിയിലേക്ക്. ഇത്രയും കൂലിയുള്ള കാര്യം വീട്ടിലിരുന്നാൽ കിട്ടൂലല്ലോ. അതുകൊണ്ട് പള്ളിയിൽ പോകാൻ പറയണം. ആൺമക്കളോട് പറയണം, ഇവിടെ പള്ളിയിൽ പോകാൻ പറയണം. കാരണം ഈ കൂലി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിനാണ് ഇപ്പൊ ഇത് പറയുന്നത്. ഹദീസ് ബഹുമാനപ്പെട്ടതാകുന്ന യസീദ് ബിൻ അബീ മറിയം റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്താൻ അദ്ദേഹം പറയുന്നു, ലഹഖനി അബാബത്ത് ബിൻ റിഫാഅത്ത് ബിൻ റാഫി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടതാകുന്ന അബാബത്ത് ബിൻ റിഫാഅത്ത് ബിൻ റാഫി റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ ഞാൻ കണ്ടുമുട്ടി. ഉടനെ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇലായിന തദ്ഹബു, എവിടെ പോവാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മറുപടി നൽകി, ഇലൽ ജുമുഅ, പള്ളിയിലേക്ക് ജുമുഅ നിസ്കരിക്കാൻ പോവാൻ. അപ്പോൾ അദ്ദേഹം ഉടനെ പറഞ്ഞു, ഇന്നി സമിഅതു അബാ അബ്സിൻ, ബഹുമാനപ്പെട്ടതാകുന്ന സ്വഹാബിയായ അബൂ അബ്സ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കേട്ടിട്ടുണ്ട്. അന്നഹു യഖൂൽ, അദ്ദേഹം പറയുന്നത്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഗബറത് ഖദമാഹു ഫീ സബീലില്ലാഹി ഫഹുമാ ഹറാമുൻ അലന്നാർ. ആരുടെയെങ്കിലും 2 കാലുകൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ പൊടി പുരണ്ടാൽ, റബ്ബിന്റെ മാർഗമാണ് മശിയുൽ ഖുത്വാത്തി ഇലൽ മസാജിദ്, പള്ളിയിലേക്കുള്ള നടത്തം, ഫഹുമാ ഹറാമുൻ അലന്നാർ, നരകത്തിൽ നിന്ന് മോചനപത്രം നൽകപ്പെടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മാഷാ അല്ലാഹ്. നോക്കൂ നിങ്ങൾ, അപ്പൊ നരകീയ മോചനം കിട്ടാനുള്ള വഴികളാണ് ഇപ്പൊ ഈ പറയുന്നത്. ശരിക്കും മനസ്സിലാക്കണേ, ശരിക്കും ശ്രദ്ധിക്കണം. പള്ളിയിലേക്ക് പരമാവധി നടന്നു പോവുക. അടുത്തൊക്കെ ഉണ്ടെങ്കിൽ വാഹനം ഒന്ന് മാറ്റി വെച്ചിട്ടൊന്ന് പോവുക. ഇത് നല്ല ശക്തമായ വെയിലും പ്രയാസമാണ്, നോമ്പുകാരനാണ് എങ്കിൽ വാഹനം എടുത്തോളും, വിഷയമില്ല. പരമാവധി അല്ലാത്തപ്പോൾ നല്ല ആരോഗ്യമുള്ള കാലഘട്ടത്തിലേ ഇത് നടക്കുകയുള്ളൂ. ഇതൊക്കെ ഏറ്റവും കൂടുതൽ കൂലി കരഗതമാക്കിയ ആളുകൾ ഈ ഇരിക്കുന്ന നരച്ച താടിയുള്ളതാകുന്ന ഉപ്പമാരും ഒക്കെയാണ്, ഉമ്മമാരും ഒക്കെ. അവരൊക്കെ ഇത് ഒരുപാട് കരഗതമാക്കിയ ആളുകളാണ്, പഴയ ആളുകൾ. അവർ പള്ളിയിലേക്ക് പോയ സമയത്ത് അവർക്ക് ഈ കൂലി കിട്ടിയിട്ടുണ്ട്. ഇന്ന് ചെറുപ്പക്കാരായ ആളുകൾ ഇപ്പോൾ ആരും നടക്കുന്നില്ല. വീടിന്റെ ഗേറ്റ് അടയ്ക്കാൻ പറഞ്ഞാൽ ഉടനെ ഇവിടുന്ന് ബൈക്ക് എടുത്തുകൊണ്ടാണ് പോയിട്ട് ഗേറ്റ് അടയ്ക്കുന്നു. അത്ര മടിയായി മാറി, അലസന്മാരായി മാറി. അള്ളാഹു നമ്മുടെ ശരീരത്തിന് സിഹത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, മൻ ഗബറത് ഖദമാഹു ഫീ സബീലില്ലാഹി ഫഹുമാ ഹറാമുൻ അലന്നാർ. അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശുദ്ധമായ പള്ളിയിലേക്കുള്ള യാത്ര ദീനിന്റെമാകുന്ന മാർഗമാണ്. കാലിൽ പൊടി വരേണ്ടതാകുന്ന ആളുകൾക്ക് തീർച്ചയായും നരകീയ മോചനം ലഭിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പള്ളിയിലേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് പരമാവധി ഒളു എടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒളു നിത്യമാക്കിയാൽ പാപം പൊറുക്കാൻ കാരണമാണ് കേട്ടോ. പാപം പൊറുപ്പിച്ചെടുക്കാനുള്ള ഒരു കാരണം കൂടിയാണ് ഒളു നിത്യമാക്കിയാൽ. കാരണം ഒളുഇന്റെ അവയവങ്ങൾ, മുഖം കഴുകുമ്പോൾ നിന്റെ താടിരോമങ്ങളിലൂടെ പുറത്തേക്ക് വീഴുന്ന വെള്ളം, നിന്റെ കൈ കഴുകുമ്പോൾ കൈയിലെ വിരലിലൂടെ ഒഴുകി പുറത്തേക്ക് വരുന്ന വെള്ളം, നിന്റെ കാലും നിന്റെ ചെവിയും നിന്റെ തലയും ഒക്കെ തടകുമ്പോൾ അങ്ങനെ പുറത്തേക്ക് വരുന്നതാകുന്ന ആ വെള്ളത്തിന്റെ തുള്ളികൾ, സുബ്ഹാനല്ലാഹ്,
ആ അവയവങ്ങൾ കൊണ്ട് ചെയ്ത പാപങ്ങൾ പൊറുപ്പിക്കാൻ കാരണമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അപ്പോൾ ഒളു എപ്പോഴും നിത്യമാക്കുക. റമദാനിൽ നല്ലൊരു അവസരമാണത്. ഒളു പോയാൽ അപ്പം തന്നെ വീണ്ടും ഒളു പുതുക്കുക. ഒളു പോയി വീണ്ടും ഒളു പുതുക്കുക. കുളിച്ചിട്ട് രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഒന്ന് ഒളു എടുത്തേക്കുക. നല്ല റാഹത്തായിട്ട് ഒളു എടുത്തിറങ്ങുക. അങ്ങനെ ഒന്ന് ശീലിച്ചു നോക്കിയേ. ഒളു പോയാൽ അപ്പം തന്നെ വീണ്ടും മലമൂത്ര വിസർജനത്തി വീണ്ടും എന്ത് ചെയ്യുക, ഒളു എടുക്കുക. കീഴ്വായി പോയി വേണ്ട ഒളു എടുക്കുക. അങ്ങനെ ഒന്ന് ശീലിച്ചേ വളരെ റാഹത്താണ്. ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടാവും. പാപം പൊറുക്കാൻ കാരണമാണ്. ആ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ പുറത്തു നൽകുമെന്ന് ഹദീസാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓതി പറയാത്തത്. ഒക്കെ ഹദീസുണ്ട്. നോക്കൂ നിങ്ങൾ, വീട്ടിൽ നിന്ന് ഒളു എടുത്തിട്ട് വേണം പള്ളിയിലേക്ക് പോകാൻ. പുരുഷന്മാർ ശ്രദ്ധിക്കാൻ ഇത് പറഞ്ഞത്. പരമാവധി വീട്ടിൽ നിന്ന് ഒളു എടുത്തു പോവുക. വീട് അടുത്ത്, പള്ളി അടുത്തുള്ള ആളുകൾ, വീടും അടുത്തുള്ള ആളുകൾ എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് ഒളു എടുത്തിട്ട് പോവുക. എവിടെ പോയിട്ട് എടുക്കാനില്ല, പള്ളിയിൽ പോയിട്ട്. ഞാൻ മാസവരി കൊടുക്കുന്നുണ്ട് 150 ഉലുവ. അത് തീർക്കാൻ വേണ്ടി അവിടെ പോയിട്ട് ആജിയാർ കാര്യമായിട്ട് ചിലർ കുളിക്കുന്നതും കാണാം. അള്ളാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. മാസവരിയുടെ കടം തീർക്കാൻ വേണ്ടി പള്ളിയിൽ പോയി റാഹത്തായിട്ട് ശരിക്കങ്ങ് മുങ്ങി താഴുകയാണ്. ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. യുസന്നു തസ്ലീസു കുല്ലും മിൻ മഗ്സൂലിൻ വ മംസൂഹിൻ വയുക്റഹു സിയാദതു അലൈഹാ വഹറാമുൻ ഇദാ കാന മുസബ്ബല. ശരിക്കും ശ്രദ്ധിക്കണേ. കഴുകപ്പെടുന്നതും തടവപ്പെടുന്നതുമായ അവയവങ്ങൾ 3 പ്രാവശ്യം വീതം ചെയ്യൽ സുന്നത്താണ്. യുസന്നു തസ്ലീസു കുല്ലുൻ മിൻ മഗ്സൂലിൻ വ മംസൂഹിൻ. തടവപ്പെടുന്നതും കഴുകപ്പെടുന്നതുമായ അവയവങ്ങൾ 3 പ്രാവശ്യം വീതം ചെയ്യൽ സുന്നത്താണ്. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യൽ. മുഖം 3 വട്ടം കഴുകും, കൈ 3 വട്ടം കഴുകും, തല 3 വട്ടം തടവും, ചെവി 3 വട്ടം തടവും, കാല് 3 വട്ടം കഴുകും. ഇതൊക്കെ സുന്നത്താണ് 3 വട്ടം ചെയ്യൽ. വയുക്റഹു സിയാദതു അലൈഹ. അതിനേക്കാൾ കൂടുതൽ 1 പ്രാവശ്യം ചെയ്യൽ, അകാരണമായി ആവശ്യമില്ലാതെ വെള്ളമെടുക്കൽ കറാഹത്താണ്. എവിടെ? നിന്റെ സ്വന്തം വീട്ടിൽ തന്നെയാണെങ്കിൽ ആവശ്യമില്ലാതെ വെള്ളമെടുക്കാൻ പാടില്ല 4ാമത്തെ പ്രാവശ്യം. വഹറാമുൻ ഇദാ കാന മുസബ്ബല. അത് പള്ളി പോലെയുള്ള പൊതു സ്വത്താണ് എങ്കിൽ 4ാമത്തെ പ്രാവശ്യം നീ എടുക്കുന്ന ആ വെള്ളമുണ്ടല്ലോ അത് ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് ഷാഫി മദ്ഹബിലെ പ്രബല പണ്ഡിതന്മാർ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മനസ്സിലായോ? ശരിക്കും ശ്രദ്ധിക്കണം. മസലയായി പോയി പറഞ്ഞത്. ഒളു എടുക്കും എല്ലാവരും. പള്ളിപ്പോൾ ഒളു എടുക്കും. 3 വട്ടം കഴിഞ്ഞ് പിന്നെയും ആവശ്യമില്ലാതെ ഇച്ചിരി ഇരുന്നോട്ടെ, നല്ല തണുക്കട്ടെ, റാഹത്തല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും പൈപ്പിലെ വെള്ളം മുഴുവൻ തുറന്നു വെക്കാൻ. ചിലരിങ്ങനെ തുറന്നു വെച്ചോണ്ടിരുന്ന കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. സാധുണ്ടോ? ഖതീബ് ഉസ്താദ് ഇവിടെ ഇല്ലേ? അസറിന് വരുമായിരിക്കും അല്ലേ? വെള്ളം മുഴുവൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, കഥ പറയുക ആചാര്യ. ഇത് തുറന്നു വെച്ചിട്ട് അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. 4ാമത്തെ വട്ടം നീ എടുക്കുന്ന വെള്ളം എന്താണ്? ഹറാമുൻ ഇദാ കാന മുസബ്ബല. അത് നിഷിദ്ധമാണ്. വെളുക്കാൻ തേച്ചത് പാണ്ടാവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് പൊതു സ്വത്ത് ഒഴിവാക്കി ഏറ്റവും നല്ലത് വീടടുത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ? അവിടുന്ന് ഒളു എടുത്തു വരും. ഇനി ഒരു യാത്രക്കാരനാണ്, പ്രയാസപ്പെട്ടു വരിക, നീ വീട് അടുത്തുള്ളവൻ തന്നെ നേരെ പള്ളിയിലേക്ക് എത്തിയതാ, അപ്പൊ അവിടുന്ന് ഒളു എടുക്കൽ. രോഗിയാണ്, കീഴ്വായു പോകും, അല്ലെങ്കിൽ മറ്റ് അസ്വസ്ഥതകളുണ്ട്, മൂത്രത്തിന്റെ പ്രയാസമുണ്ട്, പള്ളിയിൽ വന്നൊന്ന് മൂത്രമൊഴിച്ചിട്ട് ഒളു എടുക്കുന്നതിൽ തെറ്റില്ല. അതല്ലല്ലോ പറയുന്നത്. സ്ഥിരമായി പള്ളിയിൽ തന്നെ ഒളു എടുക്കുക എന്നുള്ള നീയത്തിൽ അങ്ങനെ തന്നെ വരുന്നവരുണ്ട്. അത് നല്ലതല്ല. ഏറ്റവും നല്ല കൂലി കിട്ടുന്നത് എവിടെ നിന്ന് ഒളു എടുക്കണം? വീട്ടിൽ നിന്ന് ഒളു എടുക്കണം. ഹദീസുണ്ട്, ഞാൻ വെറുതെ പറയല്ല, കേട്ടോ. എല്ലാ ആയത്തും ഹദീസും ബേസ് ചെയ്തിട്ടാണ്. ശരിക്കും ശ്രദ്ധിക്കുക. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം من تطهر من بيته ثم خرج إلى المصلى ليقضي فريضة من فرائض الله كانت خطواته إحداهما تحد خطايا والأخرى ترفع درجتا. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൻ തതഹറ മിൻ ബൈതിഹി, ആരും വീട്ടിൽ നിന്ന് വുളൂ ചെയ്തു, സുമ്മ ഖറജ ഇലൽ മുസല്ലാ, പിന്നെ അവൻ നമസ്കരിക്കാൻ വേണ്ടി പോയാണ്. ലിയഖ്ലിയ ഫരീളതൻ മിൻ ഫറായിലില്ലാഹ്, അല്ലാഹു നിർബന്ധമാക്കിയ ഫർളായ നമസ്കാരങ്ങൾ, ളുഹറോ അസ്റോ മഗ്രിബോ ഇശായോ സുബഹിയോ, ഏത് ഫർള് നമസ്കരിക്കാൻ വേണ്ടി പോയാലും കാനതു ഖുതുവാതു ഇഹ്ദാഹുമാ തഹുത്തു ഖതായാ, നീ നടക്കുന്ന ഓരോ ചവിട്ടടിക്കും അല്ലാഹു നിന്നെ പാപങ്ങൾ പുറത്തു നൽകുമേ. വല്ലുഖറാ തർഫഉ ദറജതാ, അടുത്ത കാല് വെക്കുമ്പോൾ അല്ലാഹു സ്വർഗ്ഗത്തിലേക്കുള്ള പദവി ഉയർത്തി നൽകുമേ എന്നും ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അവ പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു കാല് വെക്കുമ്പോൾ പാപം പൊറുക്കുക, അടുത്ത കാല് വെക്കുമ്പോൾ സ്വർഗത്തിലേക്കുള്ള പദവി ഉയരും. ഹബീബ് മുഹമ്മദ് മുസ്തഫ എങ്ങനെ പോകണം? മൻ തതഹറ മിൻ ബൈതിഹി, സ്വന്തം വീട്ടിൽ നിന്ന് ഒളു എടുത്തിട്ട് പോകണം. അങ്ങനെയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ കൂലി കൂടുതലാണ്. കൂലി കൂടുതൽ കിട്ടാൻ ഓരോ ചവിട്ടടിക്കും എന്താണ്? കൂലി കൂടുതലാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖലത്തിൽ ബിഖാഉ ഹൗലൽ മസ്ജിദി, പരിശുദ്ധ മസ്ജിദുൻ നബവിയുടെ പരിസരത്ത് സ്ഥലം ഒഴിവായി വന്നു. വിൽക്കാൻ സ്ഥലമുണ്ട്. അപ്പൊ ആ സ്ഥലം വാങ്ങാൻ വേണ്ടി ബനൂ സലമ എന്ന് പറയുന്ന അറിയപ്പെട്ട മദീനയിലെ ഗോത്രക്കാർ തീരുമാനിച്ചു, ആ പള്ളിയുടെ അടുത്ത് സ്ഥലം കിട്ടുമല്ലോ, അങ്ങനെയാണെങ്കിൽ അത് വാങ്ങിയാൽ റാഹത്താണ്, പള്ളിയിലേക്ക് എപ്പോഴും എന്ത് ചെയ്യാം, ഒറ്റ ചവിട്ടിന് വെക്കാം. ഇപ്പൊ ഇവിടെ സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചാൽ, ഉദാഹരണം പറയാൻ, മുണ്ടത്ത് പള്ളിയിലോട്ട് കയറാൻ സുഖാൻ, ജമാഅത്ത് കറക്റ്റായിട്ട് കിട്ടും, അവ്വൽ വക്കത്തിൽ പോകാം, അവ്വൽ സഫിൽ നിൽക്കാം. അവ ബനൂ സലമ ഗോത്രക്കാര് അത് വാങ്ങാൻ തീരുമാനിച്ചു. ആ സ്ഥലം, പള്ളിയുടെ അടുത്തുള്ള ആ സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അറിഞ്ഞപ്പോൾ നബി അവരെ വിളിച്ചിട്ട് പറഞ്ഞതേ, നിങ്ങളത് വാങ്ങാൻ പോവാ? ആ വാങ്ങാൻ പോവാ. അത് വാങ്ങണ്ട. എന്താ വാങ്ങണ്ട? നബിയെ, പള്ളിയിലേക്ക് വരാൻ എളുപ്പമല്ലേ, ജമാഅത്തിനൊക്കെ അവ്വൽ വക്കത്തിന് വരാമല്ലോ. നിങ്ങളിപ്പോൾ എവിടെ താമസിക്കുന്നത്? ഇപ്പൊ ഞങ്ങൾ 2 മൈലുകൾക്ക് അപ്പുറമാണ്, അവിടെ നിന്നാണ് ഞങ്ങൾ വരുന്നത്. നിങ്ങളിപ്പോ ജമാഅത്തിന് കറക്റ്റ് എത്തുന്നില്ലേ? ഉണ്ട്. അവ്വൽ വക്കത്തിന് എത്തുന്നില്ലേ? ഉണ്ട്. എന്നാ അത് മതി. എന്തുകൊണ്ട്? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യാ ബനൂ സലമ ദിയാറക്കും തുക്തബു ആസാറക്കും, ദിയാറക്കും തുക്തബു ആസാറക്കും. അല്ലയോ ബനൂ സലമ ഗോത്രമേ, ഗോത്രമേ, നിങ്ങൾ ആ 2 മൈലുകൾക്ക് അപ്പുറത്ത് നിന്ന് നടന്ന് പള്ളിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ നന്മകൾ രേഖപ്പെടുത്തുകയാണ്, രേഖപ്പെടുത്തുകയാ. ഒരു പാദം വെക്കുമ്പോൾ അള്ളാഹു പാപം പുറത്ത് നൽകുകയാണ്. അടുത്ത കാൽവെപ്പിൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള പദവി വരെയാണ്. അത് നഷ്ടപ്പെട്ടു പോകുമേ പള്ളിയുടെ അടുത്തേക്ക് നിങ്ങൾ താമസം മാറ്റിയാൽ. അതുകൊണ്ട് ദിയാറക്കും തുക്തബു ആസാറക്കും, നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ മതി, ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. 2 മൈലുകൾക്ക് അപ്പുറത്ത് നിന്ന് നടന്നു വരുമ്പോൾ കിട്ടുന്ന പ്രതിഫലം നിങ്ങൾ തൊട്ടടുത്ത പള്ളിയുടെ ചാരത്ത് മനോഹരമായ വീട് വെച്ച് പള്ളിയുടെ അടുക്കലേക്ക് നടന്ന് കയറിയാൽ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ബനൂ സലമ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതല്ലേ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തിയത്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين في كتاب مبين. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്, നീ ദുനിയാവിൽ നടന്നു നീങ്ങുന്ന കാലയളവിൽ, നീ ദുനിയാവിൽ നടക്കുന്ന പാതയോരങ്ങളിൽ ഏതെല്ലാം നന്മകൾ നീ ചെയ്യുന്നുണ്ടോ, ഏതെല്ലാം ഇൽമിന്റെ മജ്‌ലിസിലേക്ക് നീ പോയിട്ടുണ്ടോ, ഏതെല്ലാം പള്ളിയിലേക്ക് നീ പോയിട്ടുണ്ടോ, അവിടേക്കൊക്കെ നീ ചവിട്ടുന്ന ഓരോ പാദത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ നന്മകളെ രേഖപ്പെടുത്തുന്നുണ്ടത്രേ. അതൊക്കെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്നും വിട്ടുപോകില്ല, ഒക്കെ ക്ലിപ്തമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ ഖബറത ഖദമാഹു ഫീ സബീലില്ലാഹ് ഫഹുമാ ഹറാമുൻ അലന്നാർ. നരകീയ മോചനം കിട്ടാൻ കൊതിക്കുന്ന പുരുഷന്മാരെ, ജുമാ ജമാഅത്തുകളെ ശ്രദ്ധിക്കണേ. പള്ളിയിലേക്ക് നടന്നു പോയാൽ നിന്റെ കാലിൽ പൊടി വരേണ്ടതാകുന്ന കാലുകളാണ് എങ്കിൽ അള്ളാന്റെ മാർഗത്തിലാണ്, നരകീയ മോചനം ഉറപ്പാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ജുമഅയും ജമാഅത്തും പുരുഷന്മാര് ശ്രദ്ധിക്കണം, ഭയങ്കര കൂലിയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശരിക്കും ശ്രദ്ധിക്കണേ. ജുമഅ ജമാഅത്ത് 40 ദിവസം അവ്വൽ തക്ബീർ അഥവാ ഇമാമ് അല്ലാഹു അക്ബർ എന്ന ആദ്യത്തെ തക്ബീർ കെട്ടുമ്പോൾ നീ അപ്പോൾ ഒരുമിച്ച് അതിനോടൊപ്പം നീ ചേർന്ന് കെട്ടിയാൽ നിനക്ക് 2 മോചനം കിട്ടും. ഒന്ന് നരകത്തിൽ നിന്നാണ്, മറ്റൊന്ന് കാപട്യത്തിൽ നിന്നാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. മാഷാ അല്ലാഹ്. ഒരു വെടിക്ക് 2 പക്ഷി. ഒരു വെടി വെക്കണമെങ്കിൽ 40 ദിവസം എടുക്കുമെന്ന് അർത്ഥം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 40 ദിവസം ജുമഅയും ജമാഅത്തും പുരുഷന്മാര് ശരിക്കും ശ്രദ്ധിക്കണേ. ഇതും പുരുഷന്മാരോടാ, ഇനി അടുത്ത മുതൽ സ്ത്രീകളോട് വരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പുരുഷന്മാര് ശ്രദ്ധിക്കൻ, ജുമഅയും ജമാഅത്തും ശ്രദ്ധിച്ചാൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
റമളാനിൽ ജമാഅത്ത് ശ്രദ്ധിച്ചാൽ പ്രതിഫലം വേറെയുണ്ട്. അത് വേറെ ഹദീസുണ്ട്. റമളാനിൽ ജമാഅത്ത് ശ്രദ്ധിച്ചാൽ, ജുമാ ശ്രദ്ധിച്ചാൽ പ്രതിഫലം വേറെയുണ്ട്. ഇത് റമളാനിലല്ല പറയുന്നത് കേട്ടോ. ആ ഹദീസ് ആദ്യം ഒന്ന് കേൾക്കരുത്, എന്നിട്ട് ഇതിലേക്ക് പോവാം. ഇതാ കേൾക്കരുത്. قال رسول الله صلى الله عليه وسلم ومن داوم على الجماعة في رمضان أعطاه الله بكل ركعة مدينة تملأ من نعم الله تعالى. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ റമളാനിൽ പുരുഷന്മാരെ, സഹോദരങ്ങളെ, ജമാഅത്തായി നമസ്കാരം നീ ശ്രദ്ധിച്ചാൽ, ഒരൊറ്റ ജമാഅത്തും മുടക്കാതെ റമളാനെ നീ ഒന്ന് ഗൗനിച്ചാൽ, അഅതാഹുല്ലാഹു ബികുല്ലി റകഅത്തിൻ മദീനതാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നീ നമസ്കരിച്ച നമസ്കാരങ്ങളിൽ ഓരോ റകഅത്തുകൾക്കും അല്ലാഹു സ്വർഗ്ഗത്തിൽ മനോഹരമായ പട്ടണം നൽകുകയാണ്. മദീനതൻ ഫിൽ ജന്ന തംലഉ മിൻ നിഅമില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചിട്ടുള്ള മനോഹരമായ ആസ്വാദനങ്ങളുടെ തീരമാ, വലിയ വലിയ ആസ്വാദനങ്ങളുടെ പൂന്തോട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ റക്അത്തിനും എണ്ണം പറഞ്ഞുകൊണ്ട് നൽകുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ഈ ദുനിയാവിൽ നല്ല കണ്ടംപററി സ്റ്റൈലൊക്കെ വീടുണ്ട്, മനോഹരമായി ഇന്റീരിയർ ഡിസൈനിങ്ങും എക്സ്റ്റീരിയർ ഡിസൈനിങ്ങും ഒക്കെ ചെയ്ത നല്ല സെറ്റപ്പായിട്ടുള്ള വീടുകൾ അല്ലേ, കണ്ടിട്ടില്ലേ? അങ്ങനത്തെ വീട് കാസർഗോഡൊക്കെ വന്നാൽ അത് കാണിച്ചു തരാം. നല്ല വീടുകൾ, വീടിനകത്ത് ലിഫ്റ്റ്, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, ഭയങ്കര പരിപാടികളുണ്ട്. ഈ വീടൊക്കെ കണ്ടിട്ട് അല്ലാഹു പടച്ചവൻ ഇതെന്തോ സംഭവം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന പെണ്ണുങ്ങളുണ്ട്, ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. മനസ്സിലായിക്കോ ഉപ്പമാരെ, നിങ്ങൾക്കതിൽ കടക്കണമെങ്കിൽ റമളാനിലെ എല്ലാ ജമാഅത്തും ശ്രദ്ധിച്ചാൽ ഓരോ റക്അത്തിനും, ഓരോ റക്അത്തിനാ, ഒരു ജമാഅത്തിനല്ല. അഥവാ ളുഹർ 4 റക്അത്ത് നീ നിസ്കരിച്ച ജമാഅത്തായിട്ട് റമളാനിൽ നിസ്കരിച്ചാൽ അതിലെ ഒരു റക്അത്തിന് സ്വർഗത്തിലെ മനോഹരമായ ഒരു മദീന, ഒരു വലിയ പട്ടണം തന്നെ അല്ലാഹു നൽകാൻ. മദീനത്തൻ, സുബ്ഹാനല്ലാഹ്, ഒരു പട്ടണം തരികയാണ്. സൗദിയിലെ മദീന അതൊരു പട്ടണമാണ്. അതേപോലെ ഒരു പട്ടണം തന്നെ നൽകും, സ്വർഗത്തിലെയാണെന്ന് ഓർക്കണം. തംലഉ മിൻ നിഅമില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്ന പട്ടണമാണതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു റക്അത്തിന് 4 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 4 പട്ടണം കിട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്. റമളാൻ മുഴുക്കെ നിസ്കരിച്ചാലോ എത്രയായി? അല്ലാഹ് മനസ്സിലാക്കണം. ഇതൊക്കെ വെച്ചിട്ടും വീട്ടിൽ കിടക്കാണ്, ഒറ്റ പ്രമാത്തിനും പള്ളി പോകത്തില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇത്രയും വലിയ കൂലി പടച്ചറപ്പ് വെച്ചിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, അതുകൊണ്ട് ഇനിയുള്ളത് ശ്രദ്ധിക്കും. റമളാനിലെ ആദ്യ 10-നേക്കാൾ മഹത്വമാണ് രണ്ടാമത്തെ 10, അതിനേക്കാൾ മഹത്വമാണ് ഏത്? മൂന്നാമത്തെ 10. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇനിയുള്ള ജമാഅത്തുകൾ ശ്രദ്ധിക്കണം പുരുഷന്മാർ. ഭർത്താവിനെ പറഞ്ഞു വിടണം ഭാര്യമാര്, ദാദാ ഇങ്ങനെയൊക്കെ കൂലിയുണ്ട്, പട്ടണമുണ്ട്, നിങ്ങൾ ആ പട്ടണം വാങ്ങിച്ചാൽ പട്ടണത്തിന്റെ ഒരു മൂല്യം നമുക്കും കയറാമല്ലോ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോ, പോയി പട്ടണത്തിൽ പോകും എന്ന് പറഞ്ഞു വിടണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയിൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ റമളാനിലെ ജമാഅത്തിന്റെ ഊരിയാ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നതല്ല, നരകത്തിന്റെ മോചനം കിട്ടാനും കാപട്യത്തിൽ നിന്ന് മോചനം കിട്ടാനും 40 ദിവസം, അത് റമളാൻ മാത്രമല്ല റമളാൻ അല്ലാത്തപ്പോഴും ഇപ്പോഴേ തുടങ്ങിയ അത്രയും നല്ലത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ തുടങ്ങാൻ പറ്റിയ സമയമാണ്, സ്കൂൾ അവധിയുള്ള സമയമാണ്. ചെറുപ്പക്കാർക്കും എല്ലാവർക്കും നല്ല റാഹത്തായിട്ട് പറ്റും, പുരുഷന്മാരൊക്കെ നല്ല റാഹത്തായിട്ട് പറ്റും. നോമ്പിന്റെ സമയം കൂടിയാണ്. ജുമായും ജമാഅത്തും ഇപ്പോഴേ അങ്ങ് തുടങ്ങി ശ്രദ്ധിക്കുക. 40 ദിവസം ജുമായും ജമാഅത്തും പക്കായി കൊണ്ടുപോയാൽ, قال رسول الله صلى الله عليه وسلم من أدرك 40 صلاة في جماعة يدرك التكبيرة الأولى كتب له براتان من صلى الله 40 يوما
ഫീ ജമാഅത്തിൻ യുദ്രികു തക്ബീറത്തുൽ ഊലാ, ആരെങ്കിലും ജമാഅത്ത് പരിശുദ്ധമായ ജമാഅത്ത് 40 ദിവസം കൃത്യമായി നിർവഹിച്ചാൽ യുദ്രികു തക്ബീറത്തുൽ ഊലാ, ഒന്നാമത്തെ തക്ബീർ എത്തിച്ചുകൊണ്ടാണ് അവൻ നമസ്കരിക്കുന്നത് എങ്കിൽ തീർച്ചയായും കുതിബ ലഹു ബറാഅത്താൻ, 2 മോചനപത്രം അല്ലാഹു നൽകുമേ. ഒന്ന് ബറാഅത്തും മിനന്നാർ, ഒന്ന് നരകീയ മോചനമാണ്. വബറാഅത്തും മിനൻ നിഫാഖ്, കാപട്യത്തിലുള്ള മോചനമാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. 2 മോചനപത്രം കിട്ടും ജമാഅത്ത് ശ്രദ്ധിച്ചാൽ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എത്ര നാൾ നമസ്കരിക്കണം? 40 ദിവസം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒറ്റ ജമാഅത്ത് മുടങ്ങരുത്, അതും അവ്വൽ വഖത്തിൽ നിർവഹിക്കണം. അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്, ശ്രദ്ധിച്ചാൽ കിട്ടും. അത് വേറെ ഒരു പണിക്കും പോകട്ടെ, ഇത് തന്നെ ശ്രദ്ധിക്കാൻ. കാപട്യത്തിൽ നിന്നുള്ള മോചനം കൂടി കിട്ടും. കാപട്യം എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയമാണ്. ഇന്ന് നമ്മളിൽ പല ആളുകളും അതിന്റെ വാഹകരാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതിന് ഉദാഹരണം വേണേൽ പറയാം. നിങ്ങൾ ഖുർആൻ, ആരാണ് കപടവിശ്വാസി? കാപട്യമുള്ളവനാണല്ലോ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആരാണത്? ഖുർആൻ പറയാൻ, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ് വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലാ സ്വലാത്തി ഖാമൂ കുസാലാ യുറാഊന അന്നാസ് വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാ. പഠിച്ചു വെക്കണേ. അരനെല്ലൂർ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ പഠിച്ചു വെക്കേണ്ട വാക്കാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. ഖുർആൻ ഓതിക്കൊണ്ട് റസൂൽ എന്ന് പറയുകയാണ്, ആരാണ് കപടവിശ്വാസി? വഇദാ ഖാമൂ ഇലാ സ്വലാ ഖാമൂ കുസാലാ, നമസ്കരിക്കാൻ വേണ്ടി നിലകൊണ്ടാൽ മടിയാണ്, അലസതയാണ്. എങ്ങനെയെങ്കിലും ഈ നിസ്കാരം തീർന്നാൽ മതി എന്നുള്ള ചിന്തയാണ്. വയറ് നിറച്ച് നോമ്പ് തുറന്നതിന് ശേഷം തറാവീഹ് നമസ്കരിക്കാൻ മടിയില്ലേ? വഇദാ ഖാമൂ ഇലാ സ്വലാ, നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയാൽ ഖാമൂ കുസാലാ, മടിയും അലസതയും വെച്ചാണ് നിസ്കരിക്കുന്നത്. അവനാണ് ആര്? കപടവിശ്വാസി. മുനാഫിഖ് എന്ന പേര് അവനാണ് പറയേണ്ടത്. അല്ലാഹ് പറയണം, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിസ്കരിക്കാൻ നിന്നാ ഭയങ്കര മടിയാണ്. ഇപ്പൊ നിങ്ങൾക്കുണ്ടോ അത്? എന്നാ നിങ്ങളുടെ പേരാണ് മുനാഫിഖ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മുസ്ലിം എന്നുള്ള പേര് മാറിയിട്ടുണ്ട്. ഇപ്പൊ മുനാഫിക്കിലേക്ക് എത്തി. ദർജ ഉയരെയല്ല, ദർജ താഴെയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വലിയ സ്ഥാനമാണെന്ന് കരുതി പേരിടാൻ നിൽക്കണ്ട, ഇത് താഴ്ന്ന പേരാണ്. കപടവിശ്വാസിയായി മാറി. എന്താ കാരണം? നിസ്കരിക്കാൻ പോകുമ്പോൾ മടി. കസേര ഇട്ടിട്ട് നിസ്കരിക്കുക. എങ്ങനെയെങ്കിലും പെണ്ണുങ്ങൾ തറാവീഹ് വേഗം തന്നെ നിസ്കരിച്ച് ചേർക്കാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. സുബൈക്ക് ഓതണമെന്ന് പറഞ്ഞത് തറാവീഹ് ഓതി വേഗം തലയും കുത്തിയും പറഞ്ഞു റാഹത്ത്. വേഗം അടിച്ചു തീർക്കുക. വേഗം തീരുന്ന പള്ളി നോക്കിയിട്ട് പുരുഷന്മാര് പള്ളിക്ക് പോവുക തറാവീഹ് നിസ്കരിക്കാൻ. ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കാൻ അതാത് മഹല്ലത്തിലെ ഖത്തീബ് ഉസ്താദിന്റെ കീഴിൽ നിസ്കരിക്കാൻ ചെറുപ്പക്കാരില്ല. നോക്കൂ നിങ്ങൾ. അതാത് മഹല്ലത്തിൽ ഖത്തീബ് ഉസ്താദിന് കീഴിൽ നിസ്കരിക്കാനില്ല. വേറെ അങ്ങോട്ടെങ്കിലും ഒക്കെ ഓടാൻ. എവിടെയാണ് വേഗം തീരുന്നത്? അപ്പൊ പറയും ഇന്ന സ്ഥലത്ത് തീരും, വേഗം തീരും, ഇവിടെ നമുക്ക് വിട്ടേക്കാം. എന്നാ പിന്നെ അങ്ങോട്ട് പോയാം, പെരിന്തൽമണ്ണയിൽ പോകാം, അതാകുമ്പോൾ വേഗം തീരും. ഉദാഹരണം പറയാണ്. ഇല്ലെങ്കിൽ പെരിന്തൽമണ്ണയ്ക്ക് വണ്ടി കയറി വിടുന്നു, വേഗം തീരും, എന്നാ വേറെ അങ്ങോട്ട് പോകാൻ. ഇവിടുന്ന് ബൈക്കെടുത്ത് അവിടം വരെ പോകുമ്പോൾ യഥാർത്ഥത്തിൽ 4 റക്അത്ത് കഴിയും, എന്നാലും കുഴപ്പമില്ല, ഇവിടുന്ന് അങ്ങോട്ട് പോകും. ഇതൊരു ട്രെൻഡായി മാറിയിരിക്കുന്നു. വലിയ അപകടമാകുന്ന ട്രെൻഡാണത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വേഗം തീരുക. 20 മിനിറ്റ് കൊണ്ട് ഇശായും തറാവീഹും വിത്റും തീരുന്ന സ്ഥലം വരെയുണ്ട്. ഞാൻ സ്ഥലങ്ങൾ പറയുന്നില്ല. 20 മിനിറ്റ് കൊണ്ട് അടിച്ച് തീർക്കണ്ട്. ഫതഹ വേഗം തന്നെ. അല്ലാഹ്, അവിടെയാണ് ആള് കൂടുതൽ. ചെറുപ്പക്കാരൊക്കെ അവിടെയാ. നമ്മുടെ ഉസ്താദ് നല്ല ഉസ്താദാണ്, നല്ല റാഹത്താണ്. പുള്ളിക്ക് നല്ല റാഹത്തായിട്ട് ചില കാന്താരിയുടെ സോഡായി ഇട്ട് കൊടുത്ത് ഒരു സർബത്തും കൊടുത്തേക്കും. നറുനീണ്ടി സർബത്ത് ഉസ്താദിന് കൊടുക്കുക. റാഹത്ത്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നോക്കൂ നിങ്ങൾ, എവിടെയാണ് നമ്മുടെ ലോകം അല്ലേ? വൈകിട്ടായ ചെറുപ്പക്കാരൊക്കെ അതാണ്. പെരിന്തൽമണ്ണയിലൊക്കെ പോയി നോക്കണം. പാതിരാത്രി സമയത്ത് തറാവീഹ് കഴിഞ്ഞിട്ടാണ് അവിടെ ഒരു കൂട്ടം വരുന്നത്. നമ്മുടെ കൗമാണ് മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും അവിടെ ഉണ്ട് റാഹത്തായിട്ട്. ഒരു വാത് വേണേൽ അവിടെ പോയി നടത്താം. രാത്രി വന്നു വെച്ചാൽ വരൂല എന്ന് പറയുന്നത് വെറുതെയാണ്. നിങ്ങൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പോയി നോക്കി. അപ്പോൾ പരിശുദ്ധമാക്കപ്പെട്ടതായ ജുമുഅ ജമാഅത്തുകളൊക്കെ നിസ്കരിക്കുമ്പോൾ മടിയും അലസതയുള്ള ആളുകൾ, സുന്നത്ത് മാത്രമല്ല ഫർദിന് പോലും മടിയുള്ള ആളുകൾ, ബാക്കി എല്ലാ കാര്യത്തിനും നമുക്ക് മടിയില്ല.
നോമ്പ് തുറ സൽക്കാരത്തിന് മണിക്കൂറുകളോളം യാത്ര ചെയ്തിട്ട് വിഭവങ്ങൾ സമാഹരിക്കാൻ നമ്മൾ യാത്ര ചെയ്തു, ഒരു മടിയില്ല. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മടി, അപ്പോൾ എപ്പോഴും നമുക്ക് വലിയ മടിയാണ്. തറാവി കഴിഞ്ഞാൽ ആദ്യം നോക്കുന്ന സ്ഥലം എങ്ങോട്ടാണ്? ഫ്രണ്ടിൽ ക്ലോക്ക് തൂക്കിയിട്ടുണ്ട്, അങ്ങോട്ട് നോക്കാൻ. ഇന്ന് 10:05 തീർന്നത്, 10:07 തീർന്നത്. ആദ്യം അങ്ങോട്ടാണ് നോക്കണം. എല്ലാവരുടെയും നോട്ടം അങ്ങോട്ടാണ്. വാച്ചിലേക്ക് നോക്കണം, സമയം എത്രയായി, ഇത് വേഗം തീർന്നോ. നമ്മുടെ മനസ്സിന്റെ കുടിസാണ് കാണിക്കുന്നത്, വേറെ ഒന്നിനും നോക്കുന്നില്ലല്ലോ. ഈ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നു, വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ സമയം നോക്കിയിട്ടാണ് നോക്കല്. ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കോ? ഇല്ല. നിസ്കാരത്തിന് മാത്രം ഒരു സമയം നോട്ടമുണ്ട്. കാരണം എന്തുകൊണ്ടാ? അലസതയാണത്, മനസ്സിനൊരു താല്പര്യം ഇല്ലാതെ ചെയ്യാൻ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വൈദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല, മടിയും അലസതയും വെച്ചുകൊണ്ട് നിസ്കരിക്കുന്നവരാണ് മുനാഫിക്കുകൾ എന്ന് വിശുദ്ധ ഖുർആൻ. തീർന്നില്ല, അത്തരത്തിലുള്ള ആളുകൾക്ക് വലിയ വിഷയമാണ്. നമ്മൾ തറാവീഹ് അടക്കമുള്ള നിസ്കാരത്തിൽ ഓതാറുള്ള സൂറത്താണ് എന്ത്? സൂറത്തുൽ മാഊൻ അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കാണ് സർവനാശം. ആരാണ് ഈ കൂട്ടർ? അല്ലദീന ഹും സ്വലാത്തിഹിം സാഹൂൻ, അലസന്മാരും മടിയന്മാരുമായി നമസ്കരിക്കുന്നവരാണ്. ജഹന്നം എന്ന് പറയുന്ന നരകത്തിന്റെ ഒരു വാദിയാണ്, ഒരു മലഞ്ചെരിവാണ് എന്ത്? വൈൽ എന്ന നരകമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അത് ആർക്കാ നൽകിയിട്ടുള്ളത്? നിസ്കരിക്കാത്തവനല്ല, പിന്നെ ആർക്കാ? നിസ്കരിക്കുന്നുണ്ട്, നിസ്കാരത്തിൽ അലസത വെക്കുന്നവൻ. സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദരവായ പ്രവാചകനോട് ചോദിക്കുകയാണ്, നബിയേ നബിയേ നബിയേ, ആരാണ് സാഹൂൻ എന്ന് അറിയിച്ചു നൽകുമോ റസൂലേ? സൂറത്തുൽ മാഊനിൽ പറയപ്പെട്ടതാകുന്ന സാഹൂൻ ആരാണ്? ആരാണ് മടിയന്മാർ, അലസന്മാർ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലദീന യുഅഖിറൂന സ്വലാത അൻ ഔഖാതിഹാ, നമസ്കാരത്തെ അതിന്റെ സമയത്തെ തൊട്ട് പിന്തിക്കുന്നതായ പുരുഷന്മാരില്ലേ, സഹോദരിമാരില്ലേ, അവരാണ് സാഹൂൻ എന്ന് പറഞ്ഞാലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലദീന യുഅഖിറൂന സ്വലാത അൻ ഔഖാതിഹാ, നമസ്കാരത്തെ അതിന്റെ സമയത്തെ തൊട്ട് പിന്തിക്കുന്നതായ ആളുകളില്ലോ, ളുഹറിനെ അസ്റിലേക്ക് ചേർക്കുന്നവരില്ലേ, സുബൈ നമസ്കാരം ളുഹറിന്റെ സമയത്ത് വന്നുകൊണ്ട് മടിയില്ലാതെ ഖുനൂത്തോതിക്കൊണ്ട് നിലകൊള്ളുന്ന പുരുഷന്മാരില്ലേ, അവരാണ്, അവർക്കുള്ള വൈലെന്ന് പറയുന്ന നരകമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അവൻ നമസ്കാരത്തിൽ അലസതയും മടിയും വെക്കുന്ന ആളുകൾ നരകത്തിലാണ്, മനസ്സിലാക്കണം. നിസ്കരിക്കുന്നുണ്ട് എന്നാൽ പോലും നരകം വിലക്ക് വാങ്ങുന്ന ആളുകൾ നമ്മളിൽ ഭൂരിഭാഗവും അക്കൂട്ടത്തിലാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. തോന്നുമ്പോൾ നിസ്കരിക്കുന്ന നിസ്കാരം അത് അള്ളാഹ്ക്ക് വേണ്ട. നീ രാവിലെ 8 മണിക്ക് പുറപ്പെടുന്ന എല്ലാ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നാ പിടിച്ചോ 2 റക്അത്ത് സുബൈ, ആർക്ക് വേണം? എൻ്റെ സുബൈ എടുത്തോണ്ട് വയ്ക്കോ. നിന്റെ നിസ്കാരം ചുരുട്ടുവെന്നാ. യുലഫു കമാ യുലഫു സൗബുൽ ഖലിഫു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഹദീസ്. സമയമില്ലാത്തതുകൊണ്ട് ഇതില്ലെങ്കിൽ ഇതൊക്കെ ഓതി പറയേണ്ടതാണ്. നല്ല നിസ്കാരമാണെങ്കിൽ ആകാശ ലോകത്തേക്ക് ഉയരും. ഇദാ സല്ലൽ അബ്ദു ഫീ അവ്വലി വഖതിഹാ സഅദത് ഇലാ സമാഇ ഫയദ്ഉ ലഹു, അവൻ അനുകൂലമായി റബ്ബിന്റെ മുന്നിൽ ദുആ ചെയ്യും, അല്ലാഹു ഇവന് ഖൈർ കൊടുക്കണേ എന്ന് പറഞ്ഞു. നിസ്കാരം സമയത്തല്ല എങ്കിൽ ആ നമസ്കാരം ഉയരാൻ ശ്രമിക്കും. പക്ഷേ യുലഫു കമാ യുലഫു സൗബുൽ ഖലിഫു, ഒന്നാം ആകാശത്തേക്ക് എത്തുമ്പോൾ തന്നെ മലക്കുകൾ ആ നിസ്കാരത്തെ പഴന്തുണി ചുരുട്ടുന്ന പോലെ ചുരുട്ടിയിട്ട് ഭൂമിയിലേക്ക് വലിച്ചെറിയും. ആ നിസ്കാരം നിനക്കെതിരെ ദുആ ചെയ്യും, ലയ്യഅക്കല്ലാഹു കമാ ലയ്യഅതനി, അല്ലാഹു നിന്നെ പാഴാക്കട്ടടാ എന്ന് നിനക്കെതിരെ ദുആ ചെയ്യുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷെ നിസ്കാര സമയത്തല്ല, തോന്നുമ്പോൾ നിസ്കരിക്കാൻ. സ്ഥിരമായി അങ്ങനെ ചെയ്യുന്ന ആളുകൾ സൂക്ഷിച്ചോ, വലിയ വിപത്താണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒരു യാത്ര ചെയ്തു, യാത്രയിൽ നിനക്കിളവുണ്ട്, രോഗിയാണ്, നിനക്കിളവുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സമയം തെറ്റിപ്പോകാം, ഓക്കെയാണ്.
സ്ഥിരമായി നമസ്കാരത്തെ ബന്ധിക്കുക. ളുഹർ ഞാൻ എപ്പോഴും അസറിന് മുമ്പേ നിസ്കരിക്കുന്നുള്ളൂ. പെണ്ണുങ്ങൾ ശപഥം ചെയ്യാണ്, കുളിച്ചിട്ടില്ല മുസ്ലിയാരെ. അതിനെ സുബൈ അപ്പൊ കുളിക്കാതെയാണ് നിസ്കരിച്ചത്. കുളിച്ചിട്ടേ നിസ്കരിക്കുള്ളൂ. ഏത് ളുഹർ. അപ്പൊ സുബൈക്ക് കുളി വേണ്ടായിരുന്ന. നമ്മുടെ ജീവിതത്തിന്റെ ചില ചിട്ടക്രമങ്ങൾ കൊണ്ടുവന്നിട്ട് നമ്മൾ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ മാറ്റി എഴുതണം. അങ്ങനെ വരാൻ പാടില്ല. ളുഹർ ബാങ്ക് വിളിച്ച ഉടനെ ളുഹർ നിസ്കരിക്കണം. അത് ഇവിടെ ആയിരുന്നാലും മക്കത്തായിരുന്നാലും. മക്കത്തെത്തുമ്പോൾ ഉസ്താദിനോടൊപ്പം ഞങ്ങൾക്ക് അമീറിനോടൊപ്പം എവിടെ പോകണം? പള്ളിയിൽ പോകണം. ഹറമിൽ പോയി റാഹത്തായിട്ട് ഇമാമും ജമാഅത്തുമായിട്ട് നിസ്കരിക്കണമെന്ന് പറഞ്ഞ് നീ ജുമാ നിസ്കരിക്കരുത്. പെണ്ണെ, നിന്റെ മേൽ നിർബന്ധം നാട്ടിലാണെങ്കിലും മക്കയിലാണെങ്കിലും എന്താണ്? ളുഹറാൻ. ബാങ്ക് വിളിച്ച ഉടനെ 4 റക്അത്ത് നിസ്കരിക്കണം. അല്ലാതെ പള്ളിയിൽ പോയി മക്കത്തും മദീനത്തും പോയി പുരുഷന്മാരോടൊപ്പം പോയി 2 റക്അത്ത് ജുമാ നിസ്കരിച്ചിട്ട് വന്നാൽ നിന്റെ ളുഹറാകുന്ന ഫർള് നിന്റെ മേൽ ബാധ്യത കിടക്കാൻ മനസ്സിലായിക്കോണം. ചില പെണ്ണുങ്ങളുണ്ട് അവിടെ എത്തുമ്പോൾ ഹാലാണ്, എനിക്ക് പോകണം, പള്ളിയിൽ പോകണമെന്നും പറഞ്ഞു. അവിടെ നിനക്ക് തവാഫ് ചെയ്യുന്നതിനും സൗകര്യപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ബാങ്ക് കൊടുക്കപ്പെട്ടാൽ നീ തവാഫ് ചെയ്തുകൊണ്ടിരിക്കാൻ അവിടെ സ്ത്രീകൾക്ക് മാറി സൗകര്യമുണ്ട്. അത് മക്കയുടെ പ്രത്യേകതയാണ്. നിനക്ക് അവരോടൊപ്പം ചേർന്ന് നിസ്കരിക്കാം. അല്ലാതെ ജുമായ്ക്ക് അങ്ങോട്ട് ഒരുങ്ങി പോകേണ്ടതില്ല. നീ എവിടെ നിസ്കരിക്കണം? റൂമിൽ തന്നെ ബാങ്ക് വിളിക്കുമ്പോൾ അവ്വൽ വക്കത്തിൽ. അത് നാട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ. ബാങ്ക് വിളിച്ച ഉടനെ തന്നെ നിന്റെ മേൽ നിർബന്ധം 4 റക്അത്ത് ളുഹറാൻ. ആ ബോധം നിനക്ക് വേണം. വേഗം നീ ളുഹർ നിസ്കരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പഠിച്ചു വെക്കണേ. റസൂലുള്ളാഹിയുടെ അധ്യാപനമാണ്. 40 ദിവസം ജുമായും ജമാഅത്തും പുരുഷന്മാര് ശ്രദ്ധിച്ചാൽ അവർക്ക് തീർച്ചയായും 2 മോചനപത്രം നൽകപ്പെടുകയാണ്. ഒന്ന് നരകത്തിൽ നിന്നുള്ള മോചനമാണ്, മറ്റൊന്ന് കാപട്യത്തിൽ നിന്നുള്ള മോചനമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തീർന്നില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ സല്ലാ സ്വലാത്തുൽ ളുഹാ ഹൗലൻ മുഹവ്വലൻ കുതിബ ലഹു ബറാഅത്തുൻ മിനൻ നാർ. ആരൊരു 1 വർഷം പൂർത്തിയായി ളുഹാ നമസ്കാരം നിർവഹിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകീയ മോചനം നൽകുമത്രേ. 2 റക്അത്തെങ്കിലും ചുരുങ്ങിയത് ളുഹാ നമസ്കാരം. ളുഹ എപ്പോഴാണ്? ഉദയത്തിന് ശേഷം സൂര്യൻ 4